Hello, folks. Welcome back to Shahnaz in Wonderland for another episode. അപ്പോൾ ഇതും ട്യൂഷൻ്റെ കണ്ടിന്യൂഷനാണ്, ട്യൂഷൻ എക്സ്പീരിയൻസസ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ചെറിയ 2 കുട്ടികളുണ്ടെങ്കിൽ ഇത് ഉണ്ടാവുന്നതല്ല. ഇത് ചെറിയ റെയർ കേസസാണ് പറഞ്ഞത്. ഇവിടെ കുറേ 2 sisters, 2 brothers, 1 brother and sister, 3 children ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ 3 ആൾ, ഒരു ബിഗ് സിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് നടുവിലൊരു ബ്രദർ, അത് കഴിഞ്ഞിട്ട് ചെറിയ സിസ്റ്റർ. അവിടെയൊന്നും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഞാൻ കണ്ടിട്ടില്ല. ഇത് റെയർ കേസസിൽ കാണുന്ന ഈ ഒരു കേസസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത് എല്ലാവരും സെയിം ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് ചെറിയ റെയർ കേസസാണ്. പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരു വീട്ടിലത്തെ, ഞാൻ 2 വീട്ടിൽ നിന്ന് പറഞ്ഞു. ഒരു വീട്ടിലത്തെ 2 കുട്ടികൾ, ഒരു ബോയ് 5th or 6th സ്റ്റാൻഡേർഡോ 5th ആണെന്ന് തോന്നുന്നു, ഗേൾ 1st സ്റ്റാൻഡേർഡ്, ചെറിയ അനിയത്തിക്കുട്ടി 1st സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അവർ വന്ന്, പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ 5th വരുമ്പോൾ കുറച്ച് മടിയും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ അത് ശരിയായി എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതേസമയത്ത് 1st സ്റ്റാൻഡേർഡിൽ തന്നെ വരുന്നതാണെങ്കിൽ, കുട്ടിയും കോപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നല്ല പെട്ടെന്ന് ശരിയായി വരും. അപ്പോൾ 5th വന്ന കുട്ടി 5th or 6th ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അവന് വന്നപ്പോൾ അവന് ഭയങ്കര പ്രോബ്ലംസ്. ആ സ്പെല്ലിങ്സ് പഠിക്കാനും കുറച്ച് പ്രോബ്ലമാണ് അവന്. സ്പെല്ലിങ്സ്, വലിയ സ്പെല്ലിങ്സ് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി മാത്രമല്ല, അവൻ്റെ വർത്താനം നല്ല രസമായിരുന്നു. നല്ല സ്മാർട്ട് ബോയ് ആയിരുന്നു. പക്ഷേ ഈ പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവനെ പറയും, ഒരു വേർഡ് പറയുമ്പോൾ ഈ പണ്ടാരം തലയിൽ കയറുന്നില്ല. നല്ല രസേ, ഈ പണ്ടാരം തലയിൽ കയറുന്നില്ല. ഈ പണ്ടാരം എന്തൊരു പണ്ടാരം വേർഡാണെന്ന് പറയും. അപ്പോൾ ഞാൻ ബിഗ് വേർഡ്സ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വേർഡ് എന്തെങ്കിലും അവൻ അറിയുന്നതായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ബിഗ് വേർഡ്സ് കാണുമ്പോൾ പേടിയില്ല. ആ പണ്ടാരം നിന്നുപോയി. അപ്പോൾ അവനോട് പറയും, മിസ്സേ, പിന്നെ ഒരു വീട്ടിൽ 2 കുട്ടികളാണെങ്കിൽ ഒരു കുട്ടീനെ മാത്രം ശ്രദ്ധിക്കുന്നതാണെങ്കിൽ ആ മൂത്ത കുട്ടിക്ക് നല്ല വിഷമമാവില്ലേ? അത് മിസ്സൊന്ന് അന്ന് സത്യം പറയും എന്നോട്. എന്നുവെച്ചാൽ ചെറിയ കുട്ടി, അനിയത്തിക്കുട്ടി വാസ് സൂപ്പർ ബ്രില്യൻറ്റ്. അത് സംബന്ധിച്ച് എല്ലാ കുട്ടികളും ഐക്യു ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ എല്ലാ കുട്ടികളെ ഐക്യു കണ്ടിട്ട് അത് ബിഹേവിയറും കണ്ടിട്ട് അവരെ രീതിയിൽ വേണം അവരോട് പെരുമാറേണ്ടത്. അപ്പോൾ ഈ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഐക്യു ആയിരുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അവൾ വേഗം ചെയ്യുകയും ചെയ്യും. അവൾ വേഗം എല്ലാം ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, നല്ല പാത്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നല്ലൊരു വേയിൽ എവിടെയെങ്കിലും എത്തും. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു ആ കുട്ടി. അപ്പോൾ നാച്ചുറലി അവരെ വീട്ടിൽ എല്ലാ വീട്ടുകാരങ്ങനെയല്ല കേട്ടോ, ചില വീട്ടിൽ പാർഷ്യാലിറ്റി കാണിച്ചോ അറിയാണ്ട്. അപ്പോൾ ഈ മോന് ഭയങ്കര വിഷമമായിരുന്നു. അവനെപ്പോഴും എന്നോട് ചോദിക്കും, ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 കുട്ടികളാണ് ഒരു വീട്ടിലാണെങ്കിൽ എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ഒരു കുട്ടീനെ മാത്രം നന്നാക്കി പറഞ്ഞിട്ട് ഒരു കുട്ടീനെ മോശമായിട്ട് പറയുമ്പോൾ ഫീൽ ചെയ്യൂലെന്ന് പറയും. ഞാൻ പറഞ്ഞു, അത് ഫീൽ ചെയ്യും, അത് മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെ പറയും. നമുക്കിപ്പോൾ അവരെ പേരൻസിനോട് പറയാം, അങ്ങനത്തെ പേരൻസ് അല്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാക്കുന്ന ടൈപ്പ് പേരൻസ് ആണെങ്കിൽ ഓക്കെ. ചില പേരൻസിനോട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടമാവില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. എങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക. ചില ആൾക്കാരോട് പറയുന്ന ഇതാണ്. അപ്പോൾ പക്ഷേ ഈ മോന് കുറേ ബെറ്ററായി കേട്ടോ. കുറേ പഠിച്ച് വരുന്ന സ്പെല്ലിങ്സിൻ്റെ ആ പ്രോബ്ലം അവന് മാറി, ബിഗ് സ്പെല്ലിങ്സിൻ്റെ. പിന്നെ അവൻ പഠിക്കാൻ തുടങ്ങി. 1 വർഷം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ 2 ആളും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറി, നെയ്ബർഹുഡിൽ നിന്ന് മാറി. അപ്പോൾ അങ്ങനെ ഓരോ കേസസാണ്. ഇതൊരു രസമായിരുന്നു. ഞാൻ ചിരിക്കായിരുന്നു. അവന് ഈ പണ്ടാരം തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണ്ടാരം തലയിൽ കയറി അവൻ്റെ അവസാനം. അപ്പോൾ ഓക്കെ, ഫോർ നൗ, ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഞാൻ എപ്പോഴും വിചാരിക്കുമോ ആ ചെറിയ പെൺകുട്ടീൻ്റെ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പാത്തിക്കൂടി ആ കുട്ടീനെ വഴി കാണിച്ച് അത് എന്തെങ്കിലും ഗ്രേറ്റ് ഹൈറ്റ്സിൽ എത്തേണ്ട ഒരു കുട്ടിയാണ്. അത് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു, നല്ല ഐക്യു ആയിരുന്നു. പക്ഷേ നമ്മളറിയില്ല എവിടെയാണെന്ന് ഏതാന്ന്. നല്ല പാത്ത് തന്നെ എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും നല്ല പാത്ത് കാണിച്ചാലേ ഉള്ളൂ നല്ല വഴിയിൽ കൂടി നല്ല എന്താ വെച്ചാൽ പ്രൊഫഷണലാണെങ്കിൽ എവിടെയാണെങ്കിലും എത്തുക. അതേ സമയത്ത് ബ്രില്യൻ്റ് അല്ലെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലും ഒരു നല്ല നിലയിലെത്തും. അപ്പം അതൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റൻസിയും കറക്റ്റുള്ള പാത്തിൽ പോയാലേ ഉള്ളൂ
പിന്നെ നമുക്ക് സക്സസ് കിട്ടുള്ളൂ. ഓക്കെ, ഫോർ നൗ ബൈ.